സോ നമുക്ക് ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. അക്കോർഡിംഗ് ടു മോട്ടോർ വെഹിക്കിൾ ആക്ട്, എമൗണ്ട് ഓഫ് ആൽക്കഹോൾ അലൗഡ് ടു എ ഡ്രൈവർ ഈസ് ഓപ്ഷൻ എ 20 mg percentage, ഓപ്ഷൻ ബി 30 mg percentage, ഓപ്ഷൻ സി 40 mg percentage ആൻഡ് ഓപ്ഷൻ ഡി ഈസ് 50 mg percentage. മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. ക്രിട്ടിക്കൽ ലെവൽ ഓഫ് ആൽക്കഹോൾ ഈസ് ഓപ്ഷൻ എ 0.10%, option B 0.15%, option C 0.20% and option D 0.25%. അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യനിൽ നമ്മൾ ആൽക്കഹോൾ ലെവൽസിനെ ഡീൽ ചെയ്യുന്ന രണ്ട് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ആൻസർ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, മുന്നേ പറഞ്ഞ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ആൽക്കഹോളിനെ സംബന്ധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പം അബ്സല്യൂട്ട് ആൽക്കഹോളിൻ്റെ എമൗണ്ട് എത്രയാണ്? ഗ്രേറ്റർ ദാൻ 99% പെർ വോളിയം, അതായത് വോളിയം വെച്ച് നോക്കുകയാണെങ്കിൽ 99% കൂടുതലുണ്ട്. റെക്ടിഫൈഡ് സ്പിരിറ്റ് ആണെങ്കിൽ 95% പെർ വോളിയം. ഡിനാച്ചുറേറ്റഡ് ആൽക്കഹോളിൽ 95% ആൽക്കഹോൾ പ്ലസ് 5% വുഡ് നാഫ്തയാണ്. ഓക്കെ, അപ്പോൾ അത് ഓർത്ത് വെക്കുക. പ്രൂഫ് സ്പിരിറ്റ് ആണെങ്കിൽ 50% ആൽക്കഹോളാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഡ്രൈവിങ്ങിൻ്റെ സമയത്ത് ഒരു മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരം ഡ്രൈവിങ്ങിൻ്റെ സമയത്ത് ഒരു ഡ്രൈവർക്ക് അലൗഡ് ആയിട്ടുള്ള ബ്ലഡ് ആൽക്കഹോളിൻ്റെ ലെവൽ എത്രയെന്നായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. അതാണ് പറയുന്ന 30 mg percentage ആണ്. 30 mg percentage ആണ്, ഓർത്ത് വെക്കുക. 50 mg percentage എത്തുമ്പോൾ ആൽക്കഹോളിൻ്റെ റിയാക്ഷൻ ടൈം ഇമ്പയർഡ് ആകുന്നുണ്ട്. 80 mg percentageൽ ആൽക്കഹോളിൽ പെയിനിൻ്റെ സെൻസിറ്റിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. ആൽക്കഹോൾ ഗെയ്സ് നിസ്റ്റാഗംസ് എന്ന് പറയുമ്പോൾ അത് 40 to 100 mg percentiലാണെന്നുള്ളത് ഓർത്ത് വെക്കുക. ആൻഡ് 80 to 150 mg percentageലാണ് അണ്ടർ ദ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ക്രിട്ടിക്കൽ ലെവൽ ഓഫ് ആൽക്കഹോൾ എത്രയായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് പെർസെൻറ്റേജിലാണ് നമുക്ക് ഓപ്ഷൻസ് വന്നിട്ടുള്ളത്. പെർസെൻറ്റേജിലാണെങ്കിൽ 0.15%, ഇനി അതല്ല mg പെർസെൻറ്റേജിലാണെങ്കിൽ 150 ആണെന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. പിന്നെ എത്ര എമൗണ്ട് ഓഫ് ആൽക്കഹോൾ എത്തുമ്പോഴത്തേക്കാണ് നമുക്ക് ഡ്രങ്ക് ഓർ ഇൻടോക്സിക്കേറ്റഡ് എന്ന് പറയുന്നത്? 150 to 300 mg percentage ആണ്. ഓക്കെ, അതാണ് ഡ്രങ്ക് ഓർ ഇൻടോക്സിക്കേറ്റഡ്. ദാറ്റ് ഈസ് ഈ ക്രിട്ടിക്കൽ ലെവൽ ഓഫ് ആൽക്കഹോൾ എന്ന് പറയുമ്പോൾ 150 mg percentage ആണ് നമ്മൾ പറഞ്ഞത്. ദാറ്റ് ഈസ് ക്രിട്ടിക്കൽ. ആൽക്കഹോൾ ഉള്ളിലേക്ക് ചെന്നിട്ട് ബോഡിയുടെ അവസ്ഥ ക്രിട്ടിക്കലായിട്ട് വരുന്ന ഒരു അവസ്ഥയാണ് ക്രിട്ടിക്കൽ ലെവൽ ഓഫ് ആൽക്കഹോൾ എന്ന് പറയുന്നത്. അത് 150% ആണ്. ഓക്കെ, പെർസെൻറ്റേജിലാണെങ്കിൽ 0.15 ആണ്. mg പെർസെൻറ്റേജ് ആണെങ്കിൽ 150 ആണെന്നുള്ള കാര്യവും ഓർത്ത് വെക്കുക. സോ ഈ റെഡിലുള്ള കാര്യങ്ങളൊക്കെ ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, അതുകൊണ്ടാണ് ഞാനത് റെഡിൽ കൊടുത്തത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഓക്കെ, സോ എന്താ ക്വസ്റ്റ്യൻ? അക്കോർഡിംഗ് ടു മോട്ടോർ വെഹിക്കിൾ ആക്ട്, എമൗണ്ട് ഓഫ് ആൽക്കഹോൾ അലൗഡ് ടു എ ഡ്രൈവർ ഈസ്, പറയൂ ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി 30 mg percentage ആണ്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ക്രിട്ടിക്കൽ ലെവൽ ഓഫ് ആൽക്കഹോൾ ഈസ്, ഏതാണ് ആൻസർ? ക്രിട്ടിക്കൽ ലെവൽ ഓഫ് ആൽക്കഹോൾ ഈസ് 0.15% ആണ്. സോ ദ റൈറ്റ് ഓപ്ഷൻ ഹിയർ ആൾസോ ഈസ് ഓപ്ഷൻ ബി. സോ ആൽക്കഹോളിക് പോയ്സൺ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് നമ്മൾ മൂന്നാമതൊരു ക്വസ്റ്റ്യൻ കൂടി ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. എന്താണ് ക്വസ്റ്റ്യൻ? ഓൾ ദ ഫോളോയിങ് ആർ സീൻ ഇൻ വിറ്റ്മാർക്സ് ഫോർമുല എക്സെപ്റ്റ്. ഓക്കെ, വിറ്റ്മാർക്സ് ഫോർമുല എന്താണ്? ഇസ് ദ ഫോർമുല യൂസ്ഡ് ടു ഫൈൻഡ് ഔട്ട് ദ കോൺസെൻട്രേഷൻ ഓർ ദ ലെവൽ ഓഫ് ആൽക്കഹോൾ കൺസ്യൂംഡ്, അല്ലേ? അപ്പോൾ അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന വിറ്റ്മാർക്സ് ഫോർമുലയിൽ വരുന്ന കാര്യങ്ങൾ നമുക്ക് ഓപ്ഷനായിട്ട് തന്നിട്ടുണ്ട്. അതിൽ എക്സെപ്റ്റ് ആയിട്ടുള്ളത് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ കോൺസെൻട്രേഷൻ ഓഫ് ആൽക്കഹോൾ ഇൻ ബ്ലഡ്, ഓപ്ഷൻ ബി വെയ്റ്റ് ഓഫ് ആൽക്കഹോൾ, ഓപ്ഷൻ സി സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ആൽക്കഹോൾ, ഓപ്ഷൻ ഡി വെയ്റ്റ് ഓഫ് ദ ബോഡി. ഓക്കെ, അപ്പോൾ ഇതിലേതാണ് ആൻസർ എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ വിറ്റ്മാർക്സ് ഫോർമുല ദ വാല്യൂ ഫോർ കോൺസ്റ്റൻറ്റ് ആർ
for males is option A 0.55%, option B 0.56%, option C 0.67%, and option D is 0.68%. ഓക്കെ, തന്നെയാണ് വിറ്റ്മാർക്സ് ഫോർമുല. നമ്മൾ ആൽക്കഹോൾ കോൺസെൻട്രേഷൻ യൂറിൻ വഴി കണ്ടുപിടിക്കുമ്പോൾ അതിന് യൂസ് ചെയ്യുന്ന ഫോർമുലയാണ് A = 3/4 PRQ. അപ്പോൾ അതിനകത്ത് Q എന്ന് പറയുന്നത് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ A വെയ്റ്റ് ഓഫ് ദ ബോഡി, ഓപ്ഷൻ B വോള്യൂം ഓഫ് ദ ആൽക്കഹോൾ കൺസ്യൂംഡ്, ഓപ്ഷൻ C ആൽക്കഹോൾ കോൺസെൻട്രേഷൻ ഇൻ യൂറിൻ, ഓപ്ഷൻ D ആൽക്കഹോൾ കോൺസെൻട്രേഷൻ ഇൻ ബ്ലഡ്. സോ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ആൻസേഴ്സിലേക്ക് വരാം. വിറ്റ്മാർക്സ് ഫോർമുലേനെ റിലേറ്റ് ചെയ്ത് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ. അപ്പോൾ അതിൽ ഈ വിറ്റ്മാർക്സ് ഫോർമുലയിൽ എന്താണെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കുക. വിറ്റ്മാർക്സ് ഫോർമുല എന്താണ്? എത്രത്തോളം ആൽക്കഹോൾ കൺസ്യൂം ചെയ്തു എന്നുള്ളതിൻ്റെ എമൗണ്ട് മനസ്സിലാക്കുന്ന ഒരു ഫോർമുലയാണ് എന്ത്? വിറ്റ്മാർക്സ് ഫോർമുല എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് A = CPR ഓർ C = A/PR എന്ന് പറയുന്ന ഫോർമുലയാണ് വിറ്റ്മാർക്സ് ഫോർമുല. അവിടെ ഓരോ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിലും അതായിരുന്നു, വിറ്റ്മാർക്സ് ഫോർമുലയിൽ ഇൻക്ലൂഡ് ആവാത്ത കാര്യം ഏത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങളും വ്യക്തമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്കത് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. സോ A = CPR. അവിടെ A എന്താണ്? വെയ്റ്റ് ഓഫ് ആൽക്കഹോൾ ഇൻ ഗ്രാംസ് ആണ്. ഓക്കെ, ഗ്രാംസിലാണ് വെയ്റ്റ് ഓഫ് ആൽക്കഹോളിനെ മെഷർ ചെയ്തിട്ട് ആ വാല്യൂ ആണ് എയിൽ വരുന്നത്. C എന്ന് പറയുന്നത് ബ്ലഡ് ആൽക്കഹോൾ കോൺസെൻട്രേഷൻ ഇൻ milligrams or kilograms. P is equal to body weight in kilograms and R is a constant. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0.684 മെയിൽ ആൻഡ് 0.554 ഫീമെയിൽ ആണ്. ഇനി യൂറിൻ അനാലിസിസിൽ നോക്കുമ്പം ഫോർമുല എന്ന് പറയുന്നത് A = 3/4 PRQ ആണെന്നുള്ളത് ഓർക്കുക. പിയും ആറും നമ്മൾ മുകളിൽ പറഞ്ഞ വിറ്റ്മാർക്സ് ഫോർമുലയിലുള്ള സെയിം സംഭവങ്ങൾ തന്നെയാണ്. Q എന്ന് പറയുന്നത് ആൽക്കഹോൾ കോൺസെൻട്രേഷൻ ഇൻ യൂറിൻ ആണെന്നുള്ള കാര്യം ഓർക്കുക. സോ ഇതാണ് വിറ്റ്മാർക്സ് ഫോർമുല എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ വാല്യൂ ഓഫ് R, മെയിൽസിൽ ആറിൻ്റെ വാല്യൂ എന്താണ് എന്നുള്ളതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യനിൽ വന്നിരുന്നത്. അപ്പോൾ എന്തായിരുന്നു ആൻസർ? 0.684 മെയിൽ ആൻഡ് 0.554 ഫീമെയിലാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ പറഞ്ഞത് ഇനി യൂറിൻ അനാലിസിസ് ഓഫ് ദ ആൽക്കഹോൾ, ഈ Q എന്ന് പറയുന്നത് എന്തിനെ ഡിനോട്ട് ചെയ്യുന്നു എന്നുള്ളതായിരുന്നു നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസർ എന്തായിരുന്നു? ആൽക്കഹോൾ കോൺസെൻട്രേഷൻ. Q = ആൽക്കഹോൾ കോൺസെൻട്രേഷൻ ഇൻ യൂറിൻ. അതിൻ്റെ മെഷർമെൻറ്റ് എപ്പോഴും മില്ലിഗ്രാംസിലോ കിലോഗ്രാംസിലോ ആയിരിക്കും എന്നുള്ള കാര്യം കൂടി ഓർക്കുക. സോ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ്? ഇൻ ഫോർമുല A = 3/4 PRQ. Q ഇൻഡിക്കേറ്റ്സ് എന്താണ്? Q ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഓപ്ഷൻ C ആൽക്കഹോൾ കോൺസെൻട്രേഷൻ ഇൻ യൂറിൻ എന്നുള്ളതാണ്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓൾ ദ ഫോളോയിങ് ആർ സീൻ ഇൻ വിറ്റ്മാർക്സ് ഫോർമുല എക്സെപ്റ്റ്. ഏതാണ് ആൻസർ? ഏതാണ് ഒരു വിറ്റ്മാർക്സ് ഫോർമുലയിൽ ഉൾപ്പെടാത്തത്? ഏതാണ്? അതും ഓപ്ഷൻ C ആണ്. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ആൽക്കഹോൾ ആണ്. ബാക്കിയെല്ലാം നമ്മൾ വിറ്റ്മാർക്സ് ഫോർമുലയിൽ കണ്ടതാണ്. ഓക്കെ, ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഇൻ വിറ്റ്മാർക്സ് ഫോർമുല ദ കോൺസ്റ്റന്റ് R ഫോർ മെയിൽസ് എന്ന് പറയുന്നത് 0.68 ആണ്. 0.55 ആണ് ഫീമെയിൽസിൽ വരുന്നത്. ഓക്കെ,